കർത്താവ് പറയും നിനക്ക് ഭൂമിയിൽ നിന്ന് കിട്ടി, അതുകൊണ്ട് അവിടെ നിന്നില്ല. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം എന്തിനാ ഞാൻ കാണും. നിങ്ങൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഉയരുമായിരിക്കാം, അത് നിങ്ങളുടെ ഉയരുകയല്ല, പോയതാ. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങളുടെ പേര് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ഞാനിപ്പോൾ എൻ്റെ പറഞ്ഞെന്തോ ഇത് പറയാൻ നിവൃത്തിയില്ല. കർത്താവ് എന്നിലൂടെ ഈ ശരീരം കൊടുത്തതേ ഉള്ളൂ, ഞാൻ വെറും ഡ്രൈവറാണ്. നമ്മൾ കണ്ടില്ലേ, ഡ്രൈവർ ശരീരം കൊടുത്തില്ല, ഓണർ പറഞ്ഞു, ഞാൻ കൈ ചലിച്ചു, ഇത്രേ ഉള്ളൂ. അപ്പോൾ പ്രിയരെ, റിലീസ് ചെയ്ത പുസ്തകം, ഈ പുസ്തകം സോ പവർഫുൾ. ഇതിൽ പിശാചിൻ്റെ സഭയ്ക്കെതിരെയുള്ള പദ്ധതികൾ എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഈ പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ ഈവൻ ചിലരുടെ ജീവൻ വരെ കളഞ്ഞിട്ടാണ് ഇത് റിലീസ് ചെയ്തിരിക്കണേ. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ മരണമാ നമുക്ക് രക്ഷ തന്നതെങ്കിൽ ഇതിൻ്റെ പുറകിലും അതുപോലെ പല ചരിത്രങ്ങളും ഉണ്ട്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഈ പുസ്തകം അത്രയധികം പ്രയോജനകരമാണ്. ഇതിനെ നശിപ്പിക്കാൻ ഒരു വ്യക്തിക്ക് പറ്റത്തുമില്ല. കാരണം ഇത് എന്നിൽ നിന്ന് ജനിച്ചതല്ല, ദൈവത്തിന് ജനിച്ചതാണ്. ദൈവത്തിന് ജനിച്ചതൊക്കെ ഈ ലോകത്തെ ജയിക്കും. ഗ്ലോറി, ഒരു സംശയമില്ല. ഇത് ദൈവദാസന്മാർക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഈ ഫാദേഴ്സ് ബിസിനസ് എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ പുസ്തകത്തിൻ്റെ തുടർന്നുള്ള പുസ്തകമാണിത്. ഇതിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്, ആ മരണത്തിൽ നിന്ന് ജീവനിലേക്കുള്ള മാറ്റമാണ്. അതോടൊപ്പം തന്നെ രണ്ടായിട്ട് ഈ പുസ്തകം മുറിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരെയുള്ള പിശാചിൻ്റെ പദ്ധതിയും അതിനെതിരെയുള്ള ദൈവത്തിൻ്റെ സ്വർഗീയ വിദ്യാഭ്യാസവും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ചിത്രങ്ങളടക്കം ഇന്ന് ദൈവം അനുമതി നമ്മൾ റിലീസ് ചെയ്യും. നാളെ മുതൽ നിങ്ങൾക്ക് ബുക്ക് ഷോപ്പിൽ ഇവിടെ കിട്ടുവാനായിട്ട് ഇടയാകും. ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങളത് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റേതായ ആ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാകാനിടെ കടക്കാർക്ക് എന്താണ് കൊടുക്കുന്നത് ആ ലെവലിലായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കിട്ടുക. പക്ഷേ ഈ കൂട്ടത്തിൽ കടക്കാരുണ്ടെങ്കിൽ പിന്നെ അതിലും കൂടുതൽ ഡിസ്കൗണ്ട് നമ്മുടെ സഹോദരനോട് ചോദിക്കരുത്, കാരണം മാക്സിമം കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഗ്ലോറി, ശ്രദ്ധിച്ചാട്ടെ. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ റിലീസിങ്ങിന് വേണ്ടി ഞാൻ ഇവിടുത്തെ ഞങ്ങളുടെ പ്രിയ അപ്പച്ചനുണ്ട്. അപ്പച്ചൻ ഉറങ്ങുകയാണോ? പ്രിയ അപ്പച്ചൻ ഈ പുസ്തകം റിലീസ് ചെയ്യും. ഈ പുസ്തകം പ്രിയ അപ്പച്ചൻ റിലീസ് ചെയ്തിട്ട് കർത്താരദാസൻ സന്തോഷ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. കർത്താരദാസൻ സന്തോഷിന് കൊടുക്കും. തുടർന്ന് നമ്മളുടെ ഫ്രെയിം ദൈവനോദിക്കൽ പിറവത്തുനിന്ന് വന്നിരിക്കുന്ന ദേവദാസൻ തമ്പി അല്ലേ, കുര്യാസ്, പ്രിയ ദേവദാസൻ അത് റിലീസ് ചെയ്ത് ആ സന്ദേശം നമ്മുടെ പ്രിയ പൗലോസ് അപ്പച്ചനെ കൊടുക്കാനായിട്ട്. അപ്പോൾ രണ്ടുപേരും ആദ്യം ബുക്ക് റിലീസ് ചെയ്യാൻ തക്കവണ്ണ പൗലോസ് അപ്പച്ചൻ അപ്പോൾ പോകേണ്ട ആവശ്യമില്ല, രണ്ടിലും ഉണ്ട്. അപ്പോൾ ഈ കടന്നു വന്നാട്ടെ പൗലോസ് അപ്പച്ചൻ, മുന്നോട്ടേക്ക് വാ. ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ തുടക്ക നാൾ മുതൽ വന്നാട്ടെ, രണ്ടുപേരും വന്നാട്ടെ. തുടക്ക നാൾ മുതൽ കർത്താവ് ഈ ധ്യാനത്തിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ള പ്രിയ ദേവദാസനാണ്. വളരെ അനുഗ്രഹമായി സ്വർഗത്തിലെ ദൈവം, അദ്ദേഹം ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് പോലും സ്വർഗത്തിലെ ദൈവം അദ്ദേഹത്തെ ഇവിടെ വിടാതെ വെച്ചുകൊണ്ടിരിക്കുക. കാരണം ശ്രദ്ധിച്ചേ, എന്തിനും ഒരു റീപ്ലേസ്മെൻ്റ് ആവശ്യമാണല്ലോ. ഒരു മോശ മാറുമ്പോൾ ഒരു ജോഷ വേണ്ടേ അല്ലേ? ഇതുവരെയും ജോഷയെ കിട്ടിയിട്ടില്ല. കാരണം അതിനൊന്നും ജനത്തിനും വലിയ താല്പര്യമൊന്നും ഇല്ല. ഗ്ലോറി, ജോഷുമാർ ഈ കൂട്ടത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ പുസ്തകം ദേവദാസൻ പ്രാർത്ഥിച്ച് ഇത് റിലീസ് ചെയ്ത് പ്രിയ കർത്താദാസൻ സന്തോഷം കൊടുത്താട്ടെ. ലോഡ് എല്ലാവരും മൈക്ക് കൊടുത്താട്ടെ. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ ഇത് ഈ ദൈവദാസന് സമർപ്പിച്ചുകൊണ്ട് ഇതിനെ പ്രകാശനം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കൈയടിച്ച് നമ്മുടെ ദൈവത്തിന് നന്ദി പറയാം, കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് തുറക്കണം, റിലീസ് ചെയ്യുമ്പോൾ തുറക്കണം, പൊട്ടിക്ക്. Lord, I love you. ഇത് അങ്ങോട്ടത് കാണിക്കുക.
ഇനി അത് കൊടുക്കുമ്പോഴും കാണട്ടെ. കൊടുക്കുമ്പോൾ ഇങ്ങനെ 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 കൊടുക്കണം. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഇനി എന്തെങ്കിലും പറയുന്നുണ്ടോ ഒരു വാക്ക്? ഓക്കെ, ഗ്ലോറി പോലെ. ദൈവത്തിന് മഹത്വം. ഈ പുസ്തകം ഞാൻ വാങ്ങിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇതിലെഴുതിയിരിക്കുന്ന വാക്കുകൾ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ആണ് ഞാനിത് സ്വീകരിക്കാനിടയായി തീർന്നത്. ദൈവം അതിനായി എന്നെ സെലക്ട് ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുസ്തകം നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ ജീവിതമാക്കി ഇതിനെ മാറ്റി ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചേരുക. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. താങ്ക് യു വെരി മച്ച്. ഗ്ലോറി ടു കർത്താക്കൂട്ടായിരിക്കും. ഗോഡ് ബി വിത്ത് യു. ചെന്ന അല്ലേ പ്രിയ കർത്താദാസൻ കുര്യാസ് പിറവെന്ന് മുമ്പോട്ടേക്ക് വന്നാണ്. ഓ ലോർഡ്, ഐ ലവ് യു. കർത്താദാസൻ കുര്യാസ് ആ ഫ്രെയിം വർക്ക് അത് പ്രാർത്ഥിച്ച് ദൈവകാര്യങ്ങൾ ഏൽപ്പിച്ചത് റിലീസ് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് ദേവദാസൻ പ്രിയ പൗലോസ് അപ്പച്ചൻ അത് ഏൽപ്പിക്കുന്നതായിരിക്കും. വന്നിട്ട് മുമ്പ് നിന്നാട്ടെ. പ്രിയ ദേവദാസനിലൂടെ കർത്താവ് കൊടുത്ത ജ്ഞാനത്താൽ ഈ ചിത്ര സന്ദേശം അനേകരെ നേടുവാൻ, അനേകരെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇത് പ്രകാശനം ചെയ്തുകൊള്ളുന്നു. Glory to God. Thank you, Father. Thank you. പൊട്ടി. അത് Glory to God. Hallelujah. Praise God. Praise God. അപ്പച്ചനുള്ളതാ. Glory to God. Glory. അപ്പച്ചനൊരു ദർശനം. ദൈവം സഹായിക്കട്ടെ. Glory to God. കർത്താക്കൂട്ടായിരിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. എന്നാട്ടെ. Lord, I love you. Glory to God. Hallelujah. പ്രിയരെ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുവാനിടയായ കാര്യങ്ങൾ, നമ്മൾ ദർശനം നമ്മുടെ മുമ്പിൽ സെറ്റ് ചെയ്യണം. യേശു തൻ്റെ മുമ്പിൽ ഒന്ന് സെറ്റ് ചെയ്തു, ഒരു സന്തോഷം സെറ്റ് ചെയ്തു. പിതാവായി ദൈവം തൻ്റെ മുമ്പിൽ കാർമേഹത്തിൽ മഴവില്ല് സെറ്റ് ചെയ്തു. അത് കാണുവാൻ ഇതാ അതേ ദൈവം അബ്രഹാത്തോട് പറഞ്ഞു കൊടുക്കുക, നീ എഴുന്നേറ്റ് തെക്കോട്ടും കിഴക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക, നീ കാണുന്ന ദേശം നീ അവകാശം ആക്കും. യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ്, നീ ഒന്ന് കാണ്, മുമ്പേ സ്വർഗരാജ്യം നീ അന്വേഷിക്കുക, നീ കാണ്. മനസ്സിലായോ? കാരണം ഞാനും നിങ്ങൾ അവസാനം എന്താ അവകാശമാക്കാൻ പോകേണ്ടേ? ഈ സ്വർഗരാജ്യമാണ് ഞാനും നിങ്ങളും അവകാശം ആക്കേണ്ടത്. ആ ദർശനം നമ്മുടെ മുമ്പിൽ സെറ്റ് ചെയ്യുക. ഇന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ നമ്മൾ പലരും പാപത്തിൻ്റെ വഴിയിൽ പോകുന്നേ? ഇത് നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ മുമ്പിൽ നെഗറ്റീവായിട്ട് നടക്കുകയാണ്, ഓപ്പോസിറ്റായിട്ട് നടക്കുകയാണ്. ശ്രദ്ധിച്ച്, ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പലരും കള്ളുകൂടിയന്മാരായി പോണത് കാരണം എന്താ? ശ്രദ്ധിച്ച്, കർത്താവിൻ്റെ വചനം പറയുകയാണ്, മദ്യം നിറഞ്ഞ് ഒഴുകുന്നതും പാത്രത്തിൽ തിളങ്ങി മറിയുന്നതും നീ നോക്കരുത്. പലരും വീഴുന്നതിൻ്റെ കാര്യം എന്താ? റോട്ടിൽ കൂടി പോകുമ്പോൾ ക്യൂ നിൽക്കണമെന്ന് നോക്കും, പിന്നെ ക്യൂവിൻ്റെ അറ്റം അതിൻ്റെ ഉള്ളിൽ നോക്കും, അപ്പം കണ്ണ് തെളിയും, പിന്നെ അടുത്ത ദിവസം ക്യൂവിൽ വരും, പിന്നെ അകത്ത് കയറും, പിന്നെ അതിൻ്റെ ഉള്ളിലിരിക്കണത് മനുഷ്യൻ്റെ അകത്ത് കയറും. കർത്താവിൻ്റെ വചനം പറയുന്നു, ഒടുക്കം നിൻ്റെ കാര്യം പോക്കാം. അപ്പോൾ തുടക്കം എവിടെയായിരുന്നു? ഒരൊറ്റ നോട്ടം. ഇത് നമ്മൾ ഓപ്പോസിറ്റ് നടക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഒത്ത ഹൃദയമുള്ള ദാവീദ് ഈ ഒരു പ്രോസസ്സ് നെഗറ്റീവായിട്ട് ചെയ്തു.
ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്ത ഹൃദയമുള്ള ദാവീദാ. രാജാക്കന്മാർ യുദ്ധത്തിന് പോയ കാലത്ത് കൂട്ടത്തിൽ യുദ്ധത്തിന് പോകേണ്ട ആളാ. ദൈവവേലയ്ക്ക് പോകാതെ വേറെ പരിപാടിക്ക് പോയി. ഇതാ ഇവിടെ നിന്നപ്പോൾ വരുന്നു ഒരു സുന്ദരിയായ സ്ത്രീ കുളിക്കുന്നു. താൻ നോക്കി പോയി. എക്ക നോട്ടത്തിലായിരിക്കണേ. താൻ നോക്കി ആ സുന്ദരിയായ സ്ത്രീ കുളിക്കുന്നത് കണ്ടു. അവസാനം താൻ പാപത്തിലായി. തൻ്റെ കുട്ടികൾ മരിക്കുന്നു, പ്രശ്നങ്ങൾ, പല പല വിഷയങ്ങൾ അല്ലേ. എന്തിനതൊക്കെ വലിച്ച് ഇത് ഇന്ന് നമ്മൾ അറിയാതെ നെഗറ്റീവായിട്ട് സംഭവിക്കുകയാ. മനസ്സിലായോ? ജോസഫ് കോമളനായിരുന്നു, സുന്ദരനായിരുന്നു. ഇവിടെയുള്ള ജോസഫല്ല, പഴയ നിയമത്തിലെ. പോത്തിഫറിന്റെ ഭാര്യയുടെ കണ്ണ് ജോസഫിന്റെ മേൽ പതിച്ചു. അവിടെ തുടങ്ങി പ്രശ്നം. നിങ്ങളുടെ കണ്ണിന്ന് എവിടെയാ പതിക്കണേ? പതിക്കട്ടെ, ഇതേപോലുള്ള ദൈവിക സന്ദേശങ്ങൾ പതിക്കട്ടെ നിങ്ങളുടെ കണ്ണ്. ഗ്ലോറി. ഇതൊന്ന് മനസ്സിലായി പ്രവർത്തിച്ചാൽ, ദൈവം പറഞ്ഞ മനസ്സിലായി പ്രവർത്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കും. ഗ്ലോറി. അപ്പോൾ ആദ്യം ദർശനം സെറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കി എന്താ സുവിശേഷം. ആ സുവിശേഷത്തിൻ്റെ ദർശനം നമ്മൾ സെറ്റ് ചെയ്യുക. മനസ്സിലായോ? സുവിശേഷത്തിൻ്റെ ദർശനത്തിൽ ഇതാ നമ്മൾ വായിച്ചു, വെളിപ്പാട് 22:5 വായിച്ചു. അവർ എന്നേക്കും രാജാക്കന്മാരായി ഭൂമിയെ വാഴുന്നു. ഇതായിരിക്കണം നിങ്ങളുടെ ദർശനം. ഇതാ